ബോക്സ് ഗർഡർ മാതൃകയിൽ കേരളത്തിൽ തന്നെ ദേശീയപാതയിൽ നിർമ്മിച്ച ആദ്യ ഒറ്റത്തൂൺ മേൽപ്പാലം പ്രവർത്തന സജ്ജമായി. കഴിഞ്ഞ ദിവസം താൽക്കാലികമായി തുറന്നുകൊടുത്തു. ഔദ്യോഗികമായി ഉടൻ തുറന്നുകൊടുക്കുമെന്ന് പാലം സന്ദർശിച്ച പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു നിമിഷമാണിത്. ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ സ്വപ്ന പദ്ധതിയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ 6 വരി NH66 യാഥാർത്ഥ്യമാവുക എന്നുള്ളത് സ്വപ്ന പദ്ധതിയാണിത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു റീച്ച് പരിപൂർണമായി പ്രവൃത്തി പൂർത്തീകരിക്കുന്നു എന്നുള്ളതാണ്. തലപ്പാടി മുതൽ ചെങ്കള വരെ 39 കിലോമീറ്റർ റീച്ച് പൂർണ്ണമായും അതിൻ്റെ പ്രവൃത്തി കഴിഞ്ഞ് യാത്ര ചെയ്യാൻ സാധ്യമാകുന്ന നിലയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വടക്കേ അറ്റത്ത് തന്നെ ഈ പദ്ധതിയുടെ ഒരു റീച്ച് പൂർത്തീകരിക്കപ്പെടുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. എല്ലാ 2 ആഴ്ചയിലും ഞങ്ങൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു റീച്ചിൻ്റെ റിവ്യൂ യോഗം ഈ 4 വർഷത്തിനിടയിൽ നടത്തി മുന്നോട്ട് പോയിട്ടുണ്ട്. അഭിമാനകരമായ പദ്ധതിയാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും പൊതുമരാമത്ത് വകുപ്പും ചേർന്നുകൊണ്ട് ഇതിൻ്റെ പ്രവൃത്തി യാഥാർത്ഥ്യമാക്കാൻ ഓഫീസ് മീറ്റിങ്ങിന് പുറമെ ഫീൽഡ് വിസിറ്റ് നടത്തി മീറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ട്. ഈ കാസർഗോഡ് തന്നെ നിരവധി തവണ കാസർഗോഡ് ജില്ലയിലും ഈ സ്പോട്ടിലുമൊക്കെ ഫീൽഡ് വിസിറ്റ് ഞങ്ങൾ ഒരുമിച്ച് നടത്തി നിങ്ങളെയൊക്കെ കണ്ടത് നിങ്ങളുടെ അനുഭവത്തിലുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള ഈ റീച്ച് 39 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റീച്ച് പൂർത്തീകരിക്കപ്പെടുന്നു എന്നുള്ളത് ഏറെ ആഹ്ലാദകരമായ കാര്യമാണ്. ULCCS ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി വളരെ മാതൃകാപരമായി ഇതിൻ്റെ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണത്തിന്റെ വടക്കേ അറ്റത്തെ ആദ്യ റീച്ച് പൂർണ്ണമായും സജ്ജമായതായി മന്ത്രി അറിയിച്ചു. കാസർഗോഡ് ടൗൺ മേൽപ്പാലം വികസനം നേരിൽ കണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആദ്യ റീച്ചായ തലപ്പാടി ചെങ്കള റീച്ചിന് 39 കിലോമീറ്ററാണ് ദൈർഘ്യമുള്ളത്. കരാറുകാരായ ഊരാളുങ്കൽ സൊസൈറ്റി അഭിമാനകരമായ രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കി.